ഇന്ത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായി മഴ ഇങ്ങനെ അടിച്ചു പിടിച്ചും മഴ പെയ്യാണ്. അപ്പോൾ ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വെജിറ്റേറിയൻസിന് പ്രത്യേകം പറയണ്ട, വെജിറ്റേറിയൻസിന് ഉണ്ടാക്കാം. ബട്ട് എങ്കിലും അങ്ങനെ നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടംപോലെ സ്നാക്സ് കഴിക്കാനൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും പിന്നെ ബീഫാണെങ്കിലും ഒരുപാട്. ബട്ട് അതേസമയം വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് അത്ര അധികം ഇല്ല, പനീർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഒരു ചക്കച്ചുളകുണ്ട്, ഒരു 65 നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചക്ക 65ലേക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യമേ നമ്മൾ നല്ല ചക്ക ഒരുവിധം നല്ല മൂത്ത ചക്ക എടുത്തിട്ട് രണ്ടായി ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് നമ്മൾ എടുക്കണം. വെള്ളമൊന്നും ഉപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് വാരി വെച്ചതിന് ശേഷം 1 കപ്പ് അതെടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മൈദ 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അരിപ്പൊടി ഒരു 2 സ്പൂൺ. പിന്നെ കോൺഫ്ലോർ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ. മല്ലിയില 1 സ്പൂൺ. കസൂരി മെത്തി 1 സ്പൂൺ. പച്ചമുളക് 1-2 അറ്റം കീറിയത്. പച്ചമുളക് 2 കീറി ഇടുക. ഗരം മസാല ഇഷ്ടമുള്ള ഗരം മസാല നിങ്ങൾ MDHൻ്റെ ഏതെടുത്താലും പ്രശ്നമില്ല. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്യാം. മസാല ഏകദേശം 1 സ്പൂൺ. തൈര് ഒരു 3 സ്പൂൺ തൈര് എടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഉപ്പ് ആവശ്യാനുസരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു കളറും ഭംഗിയൊക്കെ കിട്ടുന്നെങ്കിൽ നല്ലത് റെഡ് ചില്ലി കുറച്ച് ആഡ് ചെയ്താലാണ് നല്ലത്. എണ്ണയും ഒഴിക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. നല്ലപോലെ ഇളക്കും. ഇളക്കി എല്ലാ ചക്കയുടെ എല്ലാ ഭാഗത്തും പുരട്ടി വയ്ക്കും. എല്ലാ ഭാഗത്തേക്കും തൈരും പിന്നെ എണ്ണയും എല്ലാം കൂടിയിട്ട് മിക്സ് ചക്കച്ചുളയിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി പുളി നന്നായിട്ട് വേണം. ഒരു ഇത്തിരി കൂടി പുളി. ഇപ്പം ഞാനെടുത്ത തൈര് അത്ര പുളിയുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഒരു അരമുറി ലെമൺ കുരുവില്ലാതെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി
നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊരു അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ നമ്മൾ ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കും. അരമണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഗ്യാസ് കത്തിക്കാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടാവട്ടെ. അരമണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ മസാലകളൊക്കെ ഈ ചക്കയിൽ പിടിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ആഡ് ചെയ്ത മസാലകളും എല്ലാം കൂടിയിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ചൊരു മൈദ ജസ്റ്റ് ഒന്ന് എടുക്കും. ചക്ക എടുക്കാം, ജസ്റ്റ് ഇതിലൊന്ന് കോട്ട് ചെയ്യാം. ജസ്റ്റ് ഫ്രൈ ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇളക്കുക. മുരുമുടാണ് വരുന്നവരെ ജസ്റ്റ് ഒരു ഫ്രൈ ആവുന്നവർക്ക് മീഡിയം ഫ്ലെയിമിലാണിത് വെക്കേണ്ടത്. അപ്പം അത് നന്നായിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കും. അതുവരയ്ക്ക് നമ്മളിങ്ങനെ വറുത്തെടുക്കണം. ഏകദേശം ഒരു നല്ലൊരു ബ്രൗണിഷ് കളറ്, ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയാം. അപ്പോൾ ആ ലെവലിലേക്ക് ചക്ക മുഴുവൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുത്ത് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ചക്കയും ഇതുപോലെ നമ്മൾ വറുത്തെടുക്കും. ഇതും ഇതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് കളറ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഇങ്ങനെ കടക്കായിട്ട് ഇങ്ങനെ ഇരിക്കും ചക്ക. അതുപോലെ ഇതുപോലെ നല്ല ബ്രൗണിഷ് കളറിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക നന്നായിട്ട് വറുത്തെടുക്കും. അപ്പോൾ ആ എണ്ണ തന്നെ നമ്മൾ കുറച്ച് സോസ് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഒരു തരി ഒരു കയ്യിൽ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ, ഇഞ്ചി ചതച്ചത്, പൂക്കട്ടങ്ങൾ, പച്ചമുളക് 2 പച്ചമുളക് കീറിയിടും. ടൊമാറ്റോ സോസ്
സ്പൂണ് ടൊമാറ്റോ. റെഡ് ചില്ലി സോസ് 3 സ്പൂൺ. ഗ്യാസ് സിമ്മിൽ വയ്ക്കാൻ പാടില്ല. സ്പൂണ് സോയാ സോസ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഇതിനകത്ത് ആഡ് ചെയ്യും. കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിനകത്ത് കറിവേപ്പില ഈ സമയത്ത് കുറച്ച് ചെയ്യും. പച്ചമുളകൊക്കെ നന്നായിട്ട് കുറക്കും. ഈ സമയത്ത് എരിവ് അധികം ആവശ്യമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ആഡ് ചെയ്യും. ഞാൻ അധികം എരിവ് ഇടുന്നില്ല. ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക ഇതിനകത്ത് എല്ലാ സോസും ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കറിവേപ്പില ഇത് സർവിങ് ബോട്ടിലേക്ക് മാറ്റാം. അത് എല്ലാം ശരിയായിട്ടുണ്ട്. ഗാർണിഷ് ചെയ്ത് നമുക്കിതിലേക്ക് സർവിങ് ബോട്ടിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ചക്കച്ചുള 65 തയ്യാർ.